സ്രാമ്പ്യ പള്ളികൾ എന്ന് കേട്ടുണ്ടോ? ഇന്ന് നമ്മൾ കാണുന്ന പള്ളികൾക്ക് മുന്നേ ഉണ്ടായിരുന്ന പള്ളികളാണ് ഈ പറയുന്ന സ്രാമ്പ്യ പള്ളികൾ. മലബാറിലെ ചിലയിടങ്ങളിൽ ചരിത്രത്തിന്റെ ഭാഗമായ സ്രാമ്പ്യ പള്ളികൾ ഇപ്പോഴുമുണ്ട്. ഇതാണ് സ്രാമ്പ്യപ്പള്ളി. മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഇടം. മലപ്പുറം കോണോമ്പാറയിലേതാണ് ഈ സ്രാമ്പ്യ. ആരാണ് നിർമ്മിച്ചതെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. 100 വർഷത്തിലധികം പഴക്കമുണ്ട്. എല്ലാ സ്രാമ്പ്യകളും ഇങ്ങനെയാണ്. തൂണുകളിൽ ഉയരത്തിൽ പലകകൾ കൊണ്ട് മറച്ചവ. കൃഷി ചെയ്യുന്നവർക്ക് നിസ്കരിക്കാൻ എളുപ്പത്തിന് കൃഷിയിടത്തോട് ചേർന്നായിരിക്കും മിക്ക സ്രാമ്പ്യകളും. അംഗശുദ്ധി വരുത്താൻ അടുത്ത് ജലാശയവും ഉണ്ടാവും. ഇത് പണ്ട് കാലങ്ങളിൽ ആദ്യം ഈ പ്രാർത്ഥന കാലത്ത് വരുമ്പോൾ ഉച്ചയാകുമ്പോൾ പണിക്കാർ മൂരാളൊക്കെ കഴുകി ഇവിടെ കെട്ടി ദുഹർ നിസ്കരിക്കാൻ ഇത് നിസ്കരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇത് ഒരു 100 വർഷത്തിന് മുകളിലായിട്ടുണ്ടത്. പിന്നെ ഇപ്പോൾ പാടൊന്നും വളരാത്ത കാലമായപ്പോൾ അങ്ങനെ കിടക്കുകയാണ്. എപ്പോഴും ആളുകൾ നിസ്കരിക്കാൻ ഇതിൽ വരും. പള്ളികൾ വിരളമായിരുന്ന കാലത്ത് സ്രാമ്പ്യകളായിരുന്നു ആശ്രയം. അതിനാൽ എല്ലാ സ്രാമ്പ്യകൾക്കും വളരെ വളരെ പഴക്കമുണ്ട്. ഇരുമ്പുതൂൺ നിർമ്മിച്ചതും ഓലയായിരുന്നത് ഓടുമേഞ്ഞതുമാണ് ഈ കാലത്തിനിടയിൽ ആകെ വരുത്തിയ മാറ്റം. ചരിത്രത്തിന്റെ ഭാഗമായ സ്രാമ്പ്യകൾ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളുമായി ഇപ്പോഴും അവശേഷിക്കുന്നു. അവ ഒരു തലമുറയുടെ വിശ്വാസയാത്രയാണ് അടയാളപ്പെടുത്തുന്നത്. മുഹമ്മദ് അഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.